ഹായ് ഓൾ, ഏൺസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളുടെ മുമ്പിൽ പ്രധാനമായിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് സോയിൽ കൺസർവേഷൻ ഓഫീസറാണ്. അതായത് വ്യത്യസ്തങ്ങളായുള്ള പല പരീക്ഷകളിലും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവസാനമായിട്ട് വന്നു നോക്കുന്ന അത്യാവശ്യം സ്റ്റാറ്റസ് ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഈ ഒരു പോസ്റ്റ്. അതായത് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ വരും എന്ന രീതിയിൽ തന്നെ വേണം നമ്മളിതിനെ പരിഗണിക്കാൻ. കാരണം ഓൾറെഡി അവർ സ്ലോട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പറയുന്ന ആദ്യത്തെ മാസത്തിൽ തന്നെ നമ്മൾ എന്ത് വെക്കുക, ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജി ഫിക്സ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു അപ്രോച്ചുമായിട്ട് പോകുമ്പോൾ നമ്മുടെ പഠനം ഒരു സ്മാർട്ട് വേയിലേക്ക് മാറണം. അതായത് നമുക്ക് രണ്ട് രീതിയിൽ പഠിക്കാം, ഹാർഡ് വർക്കിലൂടെയും പഠിക്കാം, സ്മാർട്ട് വേയിലൂടെയും പഠിക്കാം. അപ്പോൾ എപ്പോഴും നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നിങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമിനേഷനാണ്. അപേക്ഷിച്ചിരിക്കുന്ന നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെയും എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. നമുക്ക് അറിയാം, നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ പോലും പലപ്പോഴും റാങ്ക് ലിസ്റ്റിന്റെ പുറത്ത് പോവുകയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ സപ്ലിമെന്ററി ലിസ്റ്റിലൊക്കെ ആവുകയോ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സ്ട്രാറ്റജി അറിയാതെ പോകുന്നതുകൊണ്ട് പറ്റിപ്പോകുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ പരീക്ഷാ ഹാളിലും അതുപോലെ തന്നെ എക്സാമുകളിലും ഒക്കെ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പല പരാജയങ്ങളുണ്ട്, അല്ലെങ്കിൽ പല മിസ്റ്റേക്കുകളും നമ്മൾ ഇത്തരത്തിലുള്ള റാങ്കിലേക്ക് തള്ളിക്കളയും, പിന്നിലേക്ക് തള്ളിക്കളയും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള ഒരു വീഡിയോ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നില്ല. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കണ്ടന്റുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ആദ്യത്തെ ഒരു സ്മാർട്ട് വർക്കിന്റെ രീതിയാണ് പറയുന്നത്. നമ്മൾ ഡെപ്ത് സിലബസിലേക്കൊന്നും കടക്കില്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം കൃത്യമായിട്ട് സബ്ജക്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സിലബസ് ബേസ്ഡ് തന്നെയുള്ള ഒരു കൃത്യമായിട്ടൊരു ഇൻഡെപ്ത് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലെ കണ്ടന്റുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം. ഏതാണ്ട് 540/2025 എന്ന നമ്പറിൽ വന്നൊരു എക്സാമിനേഷനാണ്. നോട്ടിഫിക്കേഷൻ വരികയും ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള സമയം കഴിയുകയും എക്സാമിന്റെ സ്ലോട്ട് PSC ഓൾറെഡി പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. ഓർക്കണം, നല്ല സാലറിയാണ്. 55,200 തുടങ്ങി 1,15,300 നിൽക്കുന്ന നല്ല സാലറിയാണ്. നിലവിൽ 2 വേക്കൻസി ഉള്ളൂ. ഇത് ചിലപ്പോൾ കൂടാനാണ് സാധ്യത. ഇത് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അവസാനം നടന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസ് ആണ്. അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് 67 മാർക്ക് വന്നു, മാക്സിമം മാർക്കായിട്ട് 78.67 മാർക്കും വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അന്ന് 10 പേർക്ക് അഡ്വൈസ് പോവുകയൊക്കെ ചെയ്ത ഒരു എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ ഇത്തവണയും പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിൽ കൂടുതൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും നമ്മുടെ മുമ്പിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് അറിയാം. നമ്മുടെ മുമ്പിൽ ഒരു വലിയ സിലബസ് ഉണ്ട്. പ്രത്യേകിച്ചും സിലബസിനെ പറ്റി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ വർഷം അതായത് സോയിൽ കൺസർവേഷൻ ഓഫീസറിന്റെ ഇതിനു മുമ്പ് നടന്ന എക്സാമിനേഷന്റെ സിലബസും ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ അവസാനം നടന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനായ ഇതിന് തതുല്യമായ ഒരു എക്സാമിനേഷൻ നടന്നെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷനാണ്. ഈ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷനും ഉണ്ട്. ഈ അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ സോയിൽ കൺസർവേഷൻ ഓഫീസറേക്കാളും വലിയ ഒരു സിലബസ് ആണ് ആ ഒരു എക്സാമിനേഷൻ വന്നത്. ഈ PSCയുടെ ഒരു പ്രവണത പലപ്പോഴും ഇതിനു മുമ്പ് വന്ന സിലബസുകൾ, അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വന്നൊരു സിലബസ് അതേപോലെ തന്നെ പിന്തുടരുന്ന ഒരു രീതിയാണ്. മോസ്റ്റ് പ്രോബ്ലി ആ സിലബസ് തന്നെ ചിലപ്പം അതിന്റെ ഊടും പാവും ഒക്കെ ഒന്ന് മാറ്റി വീണ്ടും റീഇനിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാറൊക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എടുക്കേണ്ടുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷന്റെ സിലബസ് തന്നെ നമ്മൾ ആധികാരിക ഡോക്യുമെന്റ് ആയിട്ട് എടുത്ത് ആ ഒരു സിലബസിനെ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സിലബസിനെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനം ഉണ്ടാകും. അത് വരുന്ന ക്ലാസ്സുകളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനിയും ആദ്യത്തെ കീ കിടക്കുന്നത്, ഇന്ന് നമ്മൾ പറയുന്ന ആദ്യത്തെ കീ ആണ്. ഈ ഒരു എക്സാമിനേഷനിൽ സ്ട്രാറ്റജി കിടക്കുന്നത് നമ്മുടെ ഇക്കഴിഞ്ഞു പോയ പരീക്ഷകളാണ്. അവസാനമായിട്ട് PSC നടത്തിയ പരീക്ഷകൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനുള്ളിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് കേരള PSC നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിനേഷൻ്റെയും ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ നടത്തിയിരിക്കുന്ന അഗ്രികൾച്ചർ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യനുകൾ നമ്മളിവിടെ കളക്ട് ചെയ്യണം. ഇവിടെ PSCയുടെ 2-3 എക്സാമിനേഷനുകൾ പറയുകയാണ്. അതിൽ അഗ്രികൾച്ചർ ഓഫീസർ, സോയിൽ കൺസർവേഷൻ ഓഫീസർ, സോയിൽ സർവേ ഓഫീസർ, ഈ 3 എക്സാമിനേഷനുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാതെ അഗ്രികൾച്ചർ ഓഫീസർ ലെവൽ അല്ലാതെ അതിന് താഴെയുള്ള ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടി നടത്തുന്ന, അതായത് അതിനും താഴെ യോഗ്യതയുള്ള VHSC ഒക്കെ യോഗ്യതയായിട്ട് വരുന്ന ലെവലിൽ നടത്തിയിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അവയുടെയൊക്കെ ഡോക്യുമെന്റ് നമ്മൾ എടുക്കണം. പിന്നെ ബോർഡുകളിലേക്കും കോർപ്പറേഷനിലും ഒക്കെ നടത്തിയിരിക്കുന്ന PSCയുടെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കണം. കാരണം ഈ ക്വസ്റ്റ്യൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന PSC ആണ്. സോ ഈ ക്വസ്റ്റ്യനുകളിലൊക്കെ വന്ന
ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളോ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. നമ്മളിവിടെ എൻ്റയർ സിലബസ് മോർണിംഗ് ടു ഈവനിങ് നമ്മൾ പഠിച്ചിട്ട് പോയാലും പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ഈ രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇനിയുള്ള സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അടുത്തത് നമ്മൾ സിലബസ് ആണ്. സിലബസിലേക്ക് നമ്മൾ ആഴത്തിൽ പോകുന്നില്ല. ഈ ഒരു സിലബസിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കുന്നു. ഇനിയാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മുടെ പഠനത്തിന്റെ രീതിയും നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ലെവലും ഒന്ന് മാറ്റുകയാണ്. ഇവിടെ ഒരു 2-3 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ഒരു വേ ഓഫ് സ്റ്റഡി പറഞ്ഞു തരാൻ പോകും. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. പർപ്പിൾ വൈറ്റ് ഡെൻഡ്രോബിയം വെറൈറ്റി പോപ്പുലർ ഇൻ കേരള എന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ഒരു ചോദ്യമാണ്. അതിന് ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷനുകളുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഓപ്ഷൻ മാത്രമാണ് ഉത്തരം, ഡി സോണിയ 17. സാധാരണ എല്ലാ എക്സാമിനേഷനിലും ആൻസർ ഉണ്ടാവും. ഒപ്പം തന്നെ ഇതിനകത്ത് എന്തുകൂടിയുണ്ട്, ആ ഓപ്ഷന്റെ എക്സ്പ്ലനേഷനും കൂടിയുണ്ട് അല്ലേ. ഇനിയുമുള്ള കീ പോയിന്റ് ആണ് ഇവിടെ കണ്ടല്ലോ, നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കണ്ടന്റ്. ഇത് ഏതൊരു മേഖലയിലും ഏതൊരു എക്സാമിനേഷന്റെ ഒരു ഇതിൽ നോക്കിയാലും നമുക്ക് കിട്ടുന്ന ഒരു കണ്ടന്റ് ആണ്. ഇതിന്റെ ബാക്കിയുള്ള 4 കാറ്റഗറിയുടെ എക്സ്പ്ലനേഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പഠനം ഇവിടം കൊണ്ട് നിർത്തിയാൽ ഒരു ആവറേജ് സ്റ്റുഡൻറ് ഉണ്ടാക്കുന്ന പോലെ ഒരു നേട്ടം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. റാങ്ക് ലിസ്റ്റിന്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലോ നിങ്ങൾ നിന്ന് പോകും, അല്ലെങ്കിൽ സബ്സിഡറി ആയിട്ടുള്ള ബാക്കിലോ ഒക്കെ നിങ്ങൾ നീങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു സ്മാർട്ട് വർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ കർത്താവ് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്ത ആൾ എന്തുകൊണ്ടാണ് അവിടെ ഒരു ചോദ്യം വന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായുള്ള ഒരു റീസൺ ഉണ്ട്. ആ റീസൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ റീസൺ കണ്ടെത്തുമ്പോൾ ഇതിന് സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ പറയുന്ന 4 ഓപ്ഷനിൽ നിന്ന് എന്തൊക്കെ രൂപത്തിൽ വരാൻ കഴിയും. ഇനി അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളെ കുറച്ചും കൂടി ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഉയർത്തുകയാണെങ്കിൽ ഇവയുടെ ഒരു റീസണിങ് മെത്തേഡിലേക്ക് ക്വസ്റ്റ്യനെ മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പല തലത്തിലേക്ക് ക്വസ്റ്റ്യനെ എങ്ങനെ ഉയർത്താം എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം. ആ ചിന്തയിൽ നിന്നുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾ അനലിറ്റിക്കലായിട്ട് ഒബ്സർവ് ചെയ്യുകയും അത് ഏതൊക്കെ രീതിയിൽ എക്സാം ആക്കി മാറ്റാം എന്നൊരു ചിന്ത ഇവിടെ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പാതി ജോലി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യനുകൾക്ക് മാക്സിമം ഫോക്കസ് കൊടുത്തുകൊണ്ട് ഓരോരോ ഏരിയകളിലെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളെ കൃത്യമായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ മത്സര പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമുള്ളൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമിനേഷനിൽ പോകാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ബ്രൗണിംഗ് ഇൻ കോളിഫ്ലവർ ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് എന്താണെന്നാണ്, എന്തിന്റെ ഡെഫിഷ്യൻസി ആണെന്നാണ്. ഇവിടെ ആൻസർ ബി ബോറോൺ ആണ്, സി ആണ് ഉത്തരം, ബോറോൺ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസിലും ഈ ഒരു കോളിഫ്ലവറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് കോളിഫ്ലവറിനെ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മളിവിടെ എന്തുകൂടി നോക്കണം, ഈ ഒരു കോളിഫ്ലവർ ഏതൊരു സെക്ഷനിൽ നിന്ന് വന്നതായിരിക്കും, ഹോർട്ടിക്കൾച്ചർ ആണോ മറ്റേതെങ്കിലും സെക്ഷൻ ആണോ, അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ സിലബസിന്റെ ഏത് മേഖലയാണ് അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഇനിയും ഒന്നിൽ കൂടുതൽ മേഖല ഇത് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അവയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാം. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ഈ ചോദ്യത്തെ ഈ തന്നിരിക്കുന്ന മൂലകങ്ങൾ ഓരോ ക്രോപ്പുകളെയും എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്, ഈ മൂലകങ്ങൾ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ സോയിലോ മറ്റെന്തെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആംഗിളുകളിൽ ചോദ്യം ഇടുന്ന ആൾക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഒരു തിങ്കിങ് ഒരു ചോദ്യകർത്താവിനെ പോലെ ആവണം. എന്നിട്ട് നമ്മളെ കൂടി ഉറപ്പിക്കണം ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഉത്തരം ചെയ്യുകയല്ല, നിങ്ങളുടെ ഉത്തരം തെറ്റിക്കലാണ്. ആ ഒരു സ്ട്രാറ്റജി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും ഡിഫിക്കൽട്ടി ലെവലുള്ള, അതായത് ഹാർഡസ്റ്റ് ഓഫ് ദ ഹാർഡ് ക്വസ്റ്റ്യൻ്റെ പോലും നട്ട്ഷെല്ല് ബ്രേക്ക് ചെയ്യാനൊരു സ്കില്ലുണ്ടാവും. ഈ ഒരു മെത്തേഡിൽ റിവേഴ്സിൽ നിങ്ങളുടെ പഠനം മാറ്റുകയും ഒപ്പം തന്നെ ആ പഠനത്തിൽ നിങ്ങളുടെ ഏരിയാസ് ഓഫ് സ്റ്റഡി, അതായത് പഠനത്തിൻ്റെ ഏരിയ വളരെ ചുരുക്കി കൊണ്ടുവരാനും പറ്റും. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഈ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു വലിയ എസ്സേ മുഴുവൻ വായിച്ച് തീർക്കാൻ എടുക്കുന്ന സമയം ഒഴിവാക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു എൻറ്റയർ ബുക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ കോർ ഏരിയാസ് മുഴുവൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും അതിലൂടെ പഠിക്കാനും പറ്റും. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഏതാണ്ട് 4 ഓപ്ഷനും ആ 4 ഓപ്ഷനിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കണ്ടന്റുകളും നമുക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് വരാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ
പറ്റും. ഇത്തരത്തിൽ തന്നെയാണ് എല്ലാ ഡിഫിക്കൽട്ടി ലെവലുള്ള എക്സാമിനേഷനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ പഠനത്തിൽ ഏറിയ കൂറും എന്ത് വേണം, ഇത്തരത്തിലുള്ള വർക്കിന് കൊടുക്കണം. എന്നിട്ട് ഈ കൊടുക്കുന്ന വർക്കിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ പഠനത്തെ ഒന്ന് റീഷഫിൾ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ വർക്കുകൾക്ക് റിസൾട്ട് ഉണ്ടാവും. പഠനത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ സ്മാർട്ട് വർക്കിലൂടെയുള്ള ഹാർഡ് വർക്ക് ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 100 ഇരട്ടിയായി കൂടും എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. അപ്പോൾ ആ രീതിയിൽ തന്നെ തയ്യാറെടുക്കുക. ഇങ്ങനെ ഒരു വേ ഓഫ് സ്റ്റഡിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സക്സസിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. ഈ ഒരു സ്റ്റഡി ഓഫ് പാറ്റേൺ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇനി ഇത്തരത്തിലുള്ള പഠന മാതൃക വെച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് സിലബസിലെ ഓരോ മേഖലയും തകർത്ത് മുമ്പോട്ട് പോകാം എന്നുള്ളതിനൊരു കൃത്യമായൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിൽ നമ്മൾ ഓരോരോ ഏരിയാസിലും, അതായത് കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ഒപ്പം തന്നെ അതിൽ വന്നിരിക്കുന്ന ഓരോ ഏരിയാസിലും എങ്ങനെ വെയിറ്റേജ് കൊടുക്കണം, ഏതൊക്കെ രീതിയിലാണ് വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരും. അപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് കുറേ കാര്യങ്ങൾ അനലിറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിൽ എത്തും. അതിനുശേഷം ആ വീഡിയോയുടെ കിട്ടുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി മറക്കണ്ട, നമ്മുടെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഈ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഗ്രികൾച്ചർ മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കയറാൻ കഴിയട്ടെ. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.